ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ. പച്ചപ്പപ്പായ ഉപയോഗിച്ചുള്ള നല്ലൊരു പായസമാണ് കേട്ടോ. തീർച്ചയായും ഈ ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടതായ ഒരു പായസം. അതിനു വേണ്ടി നമ്മൾ പച്ചപ്പപ്പായ എടുത്തിരിക്കുന്നുണ്ട്. വർഷകാലം ഇതുകൊണ്ട് അല്പം കളർ വ്യത്യാസമുണ്ട്, പക്ഷേ കുഴപ്പമില്ല, നല്ല പപ്പായാണ് കേട്ടോ. ഞാൻ വീട്ടിലുണ്ടായ പപ്പായ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പപ്പായ പീൽ ചെയ്യണം കേട്ടോ. പീൽ ചെയ്യുമ്പോൾ അല്പം കളർ വ്യത്യാസമുള്ളതൊക്കെ അങ്ങ് പൊക്കോളും. ഞാനൊരു പപ്പായ ഏകദേശം 250 ഗ്രാം പപ്പായ ഗ്രേറ്റ് ചെയ്താണ് നമ്മൾ പായസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. പീലർ ഉപയോഗിച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബോക്സ് ഗ്രേറ്റർ ഉപയോഗിച്ച് നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെറുതാക്കി നുറുക്കിയെടുക്കുക കേട്ടോ. ഗ്രേറ്റർ അപ്പോൾ ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വെർമിസെല്ലി അല്ലെങ്കിൽ നമ്മുടെ സേമിയ പോലെ ഇരിക്കും കേട്ടോ, ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് കുക്കാവാനും ഈസിയാണ് കേട്ടോ. പിന്നീട് ഇനി നമ്മൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെറൈറ്റി പായസങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായും നിങ്ങൾ കാണണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. ഉണ്ടാക്കി നോക്കിയ നിങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സജഷൻ പറയണം. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഒന്നും വേണ്ട കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യ്. നമ്മൾ മുൻപും പായസം ഉണ്ടാക്കാനായിട്ട് ഈ പാത്രം തന്നെ ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ഉരുളിയാണ്, ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത പപ്പായ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യണം കേട്ടോ. 250 ഗ്രാമാണ്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഒന്ന് വാടി അതിലൊരു പച്ചക്കുത്തുണ്ടല്ലോ, അത് പോകുന്നവരായിട്ട് നമ്മളൊന്ന് വയറ്റുക. അതിന് ശേഷമാണ് നമ്മൾ എന്തോ ഒഴിക്കണം. പിന്നെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ലോ ഫയറിന്, ഒത്തിരി ഫയർ വേണ്ട, കളർ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒരു 300 ഗ്രാമത്തോളം ശർക്കര, നല്ല കറുത്ത ശർക്കര നല്ലത് കേട്ടോ. കറുത്ത ശർക്കര ഉരുക്കി വെച്ചിരുന്നു, അതൊഴിച്ച് നമ്മൾ നന്നായിട്ട് വരട്ടുക. മധുരം കൂടുതൽ ആവശ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വരട്ടിയെടുക്കുന്നത് ഒരു കടമ തന്നെയാണ് കേട്ടോ. അത് കാരണം ഒരു തേങ്ങ നമ്മൾ പാലെടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. തിന്നായിട്ടുള്ള പാലും 1, 2, 3 എന്നുള്ള പാലിൽ നമ്മൾ എടുക്കാം, അല്ലെങ്കിൽ 1, 2 പാലായിട്ട് എടുത്താലും മതി കേട്ടോ. എന്തായാലും തിന്നായിട്ടുള്ള പാല്, അതായത് നമ്മൾ 2ാം പാല് എന്ന് പറയുന്ന പാൽ ഉപയോഗിച്ച് നമ്മളിത് ഈ ശർക്കര വരട്ടിയതിലേക്ക് നമ്മൾ ഇടണം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പഴം വേണമെങ്കിൽ ചെറിയ തിന്നായിട്ടുള്ള പാലിൽ, 3ാം പാലിൽ വേണമെങ്കിൽ അടിച്ച് എടുത്ത് ഇതിലൊഴിക്കാം. അപ്പോൾ നല്ല കട്ടി കിട്ടും, അല്പം നല്ലൊരു ടേസ്റ്റ്, നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. ഞാൻ ഞാലിപ്പൂവനാണ് പ്രിഫർ ചെയ്യുക, പക്ഷേ ഞാലിപ്പൂവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു പഴം എടുത്തു കേട്ടോ. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും വരട്ടുക. പിന്നെ നമുക്ക് ഇനി 1ാം പാല് മാത്രമാണ് ഒഴിക്കാനുള്ളത് കേട്ടോ. 1ാം പാൽ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, അതൊഴിച്ച് നമ്മൾ ഫിനിഷ് ചെയ്യും. പിന്നെ ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തന്നെയല്ല ഓയിൽ സെപ്പറേറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്, ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ 1ാം പാൽ ഒഴിച്ച് ഫിനിഷ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ വറുത്തിടാനുണ്ട്. നെയ്യിൽ നമുക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങ വറുത്തിടാം.